നമ്മൾ എന്തിനാണ് വിഷം വാങ്ങിച്ച് കഴിക്കുന്നത്? എല്ലാ പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിന് മുമ്പിലുണ്ട്. ഒരു മിരിങ്ങ കമ്പ് ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കപ്പ് മിരിങ്ങ ഇലയുടെ ഒരു കപ്പ് ചാറിന് 10 മുട്ടയിലുള്ള വിറ്റാമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ ഇത് 4-5 വാഴപ്പഴത്തിലുള്ള പൊട്ടാസ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്, കാൽസ്യം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ട സകല സാധനങ്ങളും ഈ മുരിങ്ങയ്ക്ക് ഇരിക്കും. നമുക്ക് തോരൻ, അവിയലെല്ലാം വയ്ക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ന് പറയുന്നത് വിറ്റാമിൻ്റെ കലവറയാണ്. മാത്രമല്ല മുരിങ്ങയുടെ തൊലി, മുരിങ്ങയുടെ വേര്, സകലതും, മുരിങ്ങയിലുള്ള സകലതും ഔഷധമാണ്. അപ്പോൾ ഈ മുരിങ്ങയുടെ കായിലുള്ള എണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഔഷധ ഗുണമുള്ള എണ്ണയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ദിവസവും ചേർക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട രോഗങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും. കാരണം അത്രയ്ക്കോളം വിറ്റാമിനുകൾ, ഫൈബറുകൾ, കാൽസ്യം എല്ലാം ഉണ്ട്. മാത്രമല്ല നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികൾ മൊത്തം വിഷമയമാണ്. നമുക്ക് മുരിങ്ങയിൽ, നമ്മുടെ വീട്ടുകടയിൽ മുരിങ്ങയിൽ എന്തിനാണ് നമ്മൾ വിഷം ചേർക്കുന്നത്? ഒന്നും ചേർക്കുന്നില്ല. സൂപ്പറായി നിങ്ങളുടെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ, ഈ ദഹനവ്യവസ്ഥയെ ഇത് ത്വരിതപ്പെടുത്തും, മലബന്ധമില്ലാതാക്കും. അനേക ഗുണങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകടയിൽ 2-3 മുരിങ്ങക്കമ്പ് നടുക. ഇഷ്ടം പോലെ മുരിങ്ങയില ഉപയോഗിക്കുക, ദിവസവും മുരിങ്ങയില ഉപയോഗിക്കുക. മുരിങ്ങയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇത് വലിയ ഔഷധമാണ്. മുരിങ്ങയുടെ തൊലിയും വേരും എല്ലാം, ഇലയും എല്ലാം ഔഷധമാണ്. അതിൻ്റെ പൂവും എല്ലാം ഔഷധമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക.